ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിങ്കിയെ കൊണ്ട് തന്നെ നമ്മുടെ നന്ദ ആ വിഷം ഇറക്കി വെച്ചു. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതേ ഒരവസ്ഥ. ഏതായാലും നമ്മുടെ നന്ദയും ഗൗതവും കൂടെ പോവുകയാണെന്ന് കേട്ടപ്പോഴേക്കും പിങ്കി എല്ലാം കൂടി പൂട്ടിക്കെട്ടി വീടിനകത്തേക്ക് കയറി. ഇതിനു ശേഷമാണെങ്കിലോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നമ്മുടെ നന്ദയും ഗൗതവും ഞെട്ടുവാണ്. കാരണം അതുപോലൊരു മാനസികാവസ്ഥയിലൂടെയാണ് പിങ്കി കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ഡോക്ടർ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഡോക്ടർ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ആത്മവിശ്വാസമുണ്ട്. ഒരു രീതിയിലും തൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനായിട്ട് ഈ പറയണ പിങ്കിക്ക് കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കിയെ തകർത്തുകൊണ്ട് അടുത്ത നീക്കമായിട്ട് നമ്മുടെ നന്ദ രംഗത്തേക്ക് എത്തി. ഈ സമയത്ത് പിങ്കിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ഒരു നോക്കുകുത്തിയെ പോലെ നോക്കി നിൽക്കാനാണ് പിങ്കിക്ക് കഴിഞ്ഞുള്ളൂ. ഏതായാലും ഇപ്പോൾ ഗൗതത്തിനോടും പിങ്കിക്ക് ദേഷ്യവും വെറുപ്പും കൂടിക്കൂടി വരിക. കാരണം നന്ദയുടെ കൂടെ നിന്ന് തന്നോട് ഒരു വക രീതിയിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ ഗൗതം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുള്ളിക്കാരിക്ക്. അങ്ങനെ ഈ കാര്യങ്ങളുമായിട്ട് നമ്മുടെ പിങ്കി ഓടിക്കതച്ച് ചിറ്റയുടെ അടുത്തേക്ക് ചെല്ലുക. അതായത് നമ്മുടെ നന്ദയും അതുപോലെ തന്നെ ഗൗതവും ചെയ്ത കാര്യങ്ങൾ ചെന്ന് പറയാനായിട്ട്. അവിടെ ചെന്ന് ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ മോളെ എന്തോ പറ്റിയെന്ന് ചോദിച്ചു ഗിരിജ. എൻ്റെ പൊന്നാൻറ്റി ചിറ്റേ എന്നെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ആ നന്ദയെന്ന് പറയുന്നവളെന്ന് പറഞ്ഞു. നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാൻ പറയുമ്പോൾ അത് പിന്നെ ഞാൻ നമ്മുടെ ഗാർഡനിൽ കുഞ്ഞുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദ വന്ന് കുഞ്ഞുമായിട്ട് അവളുടെ പുന്ത്രാണ്ടം ചെവിയിൽ വെച്ച് സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും അടുത്ത ആളെ വിളിക്കുന്നു, ഗൗതത്തിനെ. ഗൗതവും അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കാനായിട്ട് വന്നെന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ? ഗൗതം നിന്റെ വയറിൽ തൊട്ട് കുഞ്ഞിനോട് സംസാരിക്കുന്നതൊക്കെ നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ എന്ന് ഗിരിജ ചോദിച്ചു. വയറിലെ തൊട്ട് സംസാരിക്കാനല്ല വന്നത്, കുന്ത്രാണ്ടം കുത്തിക്കിറ്റിക്കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. അവളുടെ സാന്നിധ്യത്തിൽ ഗൗതം എന്നോട് സംസാരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, എനിക്ക് എൻ്റെ ഗൗതത്തെ തനിയെ കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ പിങ്കി ചുമ്മാ ഒരുമാതിരി വർത്തമാനം പറയാം. എടി മോളെ, നീ ഇങ്ങനെ കിടന്ന് പെടക്കല്ലേ. നിനക്ക് അങ്ങനെയൊക്കെ കിട്ടാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ഈ കിടന്ന് പെടാപ്പാട് പെടുന്നത്. അപ്പോൾ കിട്ടണ അവസരം നീ ഇങ്ങനെ മുൻസുണ്ടി കൊണ്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചു. എടി ഇങ്ങനെ പതുക്കെ ആദ്യം ഇങ്ങനെ ഗൗതം വരും. പിന്നെ നമുക്ക് ഗൗതത്തെ നിന്നിൽ നിന്ന് പറിച്ചറിയാൻ പറ്റാത്ത വിധം നിന്നിലേക്ക് അടുപ്പിച്ച് വെക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു. എന്നാലും എൻ്റെ ചിറ്റ നന്ദയെ കാണുമ്പോൾ എനിക്ക് രക്തം തിളച്ചു വരുവാണെന്ന് പറഞ്ഞു. നീ നന്ദയെ മറന്നേക്ക്, അങ്ങനെ ഒരു മുഖമേ നീ ചിന്തിക്കണ്ട. എത്രയാണെന്ന് പറഞ്ഞാലും ഡോക്ടറെ പോയി കണ്ടിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണും. അത് വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഗൗതവും നന്ദയും നിൻ്റെ അരികിലേക്ക് അങ്ങനെ വന്നത്. അപ്പോൾ പിന്നെ ഒരു കോംപ്രമൈസ് നിനക്ക് നിന്നൂടെ? എങ്കിലും ആ വിട്ടുകൊടുത്താലല്ലേ നിനക്ക് നേടാനുള്ളതൊക്കെ നേടാൻ പറ്റുള്ളൂ എന്ന് ചിറ്റ പറഞ്ഞു കൊടുക്കുക. നീ നോക്കിക്കോ, പതുക്കെ നന്ദയെ നിൻ്റെയും ഗൗതത്തിൻ്റെയും ഇടയിൽ നിന്നും തുരത്തി വിടാൻ നമുക്ക്. പക്ഷെ നീ എല്ലാം കൂടി എടിപടിയെന്ന് വേണമെന്ന് ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെ ശരിയാവാനാണെന്ന് ചോദിച്ചു. അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിങ്കി അന്നേരം അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അത് ശരിയാണല്ലോ. അങ്ങനെ ഒരു മാർഗം മുന്നിൽ കിടക്കുമ്പോൾ ഇനിയിപ്പോൾ താൻ അത് നോക്കി നിന്നോളാമെന്ന് പറഞ്ഞു. നോക്കി നിന്നാൽ നിനക്ക് കൊള്ളാം, കയ്യിൽ വരുന്ന സൗഭാഗ്യങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കാൻ നിന്ന് അതിനെ നേരം കാണുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ ചിറ്റയും മോളും കൂടെ ദിവാസ്വപ്നവും കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുക. കുറേ കാലമായി സ്വപ്നം കാണൽ തുടങ്ങിയിട്ടേ. അപ്പോൾ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വരുന്നു. ഇതേ നേരത്താണ് നമ്മുടെ അരുണാണെങ്കിൽ കുടിച്ച് കാലേ നിൽക്കാൻ മേലാതെ പവിത്രയുടെ അടുത്ത് വരുന്നതും പവിത്രയായിട്ട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഈ സജയൻ്റെ കാര്യങ്ങൾ പവിത്രയോട് ചോദിക്കുന്നതും. പവിത്രയുടെ ഞെട്ടൽ കണ്ടപ്പോൾ തന്നെ അരുണിന് ഭയങ്കര ടെൻഷനായി. അയാൾ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് എന്ന് അരുണിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അരുൺ എന്നിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ഓർത്തോർത്ത് പിച്ചും പേയും പറഞ്ഞ് ഇങ്ങനെ കിടന്നുറങ്ങുക. ഈ സമയത്ത് നമ്മുടെ പവിത്രയാണെങ്കിലോ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ്. തൻ്റെ ജീവിതം നശിച്ചു, തൻ്റെ ജീവിതം തകർന്നു. അരുണേട്ടൻ സജയനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ തനിക്ക് രക്ഷയില്ല എന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞു നമ്മുടെ പവിത്ര. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പവിത്രയുടെ ഫോണിലേക്ക് സജയൻ്റെ കോള് വരുന്നത്. അപ്പോൾ സജയൻ്റെ കോള് കണ്ടപ്പോഴത്തേക്കും പവിത്ര ഞെട്ടി. വേഗം തന്നെ കോൾ എടുത്തു. എടുക്കാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ, പേടിച്ച് വിറച്ച് കോൾ എടുത്തു. ഹലോ എന്ന് വെച്ചപ്പം എന്താ പവിത്രേ, അരുൺ ഇന്ന് വന്നെന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാ സജയേട്ട എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ പറയുന്നത് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ലേ, വീണ്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാ പവിത്രേ നീ പറയുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ നിന്നെ അന്നും ഇന്നും എന്നും സ്നേഹിക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ടാണോ അരുണേട്ടൻ ഇങ്ങനെ ഏത് പേർക്ക് പറഞ്ഞു വിട്ടത്? അരുണേട്ടനോട് എന്താ സജയേട്ടൻ പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ചു. സജയൻ ചേട്ടാ എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ അരുണിനോടൊന്നും പറഞ്ഞിട്ടില്ല. അരുണിനെ കണ്ടു എന്നുള്ളത് സത്യമാണ്, പരിചയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്, നിന്റെ കാര്യം പറഞ്ഞു എന്നുള്ളതും സത്യമാണ്. ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല പവിത്രയെ, നീ ഇനി അബദ്ധവശാൽ കയറി പറയാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ സജയൻ പവിത്രയെ വീണ്ടും ഇങ്ങനെ വരിഞ്ഞു മുറുക്കുവാണ്. പവിത്ര അതും കഴിഞ്ഞിട്ട് പേടിച്ച് പറിച്ച് പാവം ഇരുന്ന് കരച്ചിൽ. നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരുണിന് ഭയങ്കര ടെൻഷൻ.
സജയൻ പറഞ്ഞ കാര്യങ്ങളും പവിത്രയുടെ മുഖത്ത് കണ്ട ഞെട്ടലുകളെല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുക. അങ്ങനെ ഓർത്തെടുത്ത് ഭയങ്കര ഒരു എന്നെ ചെയ്യണ്ടേന്ന് അറിയില്ല അതിങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇതിങ്ങനെ വിട്ട് കളയാനും പറ്റത്തില്ല. അപ്പം തന്നെ നമ്മുടെ അരുൺ എന്ത് ചെയ്തു, ഇത് ഗൗതത്തിനോട് പറയാനായിട്ട് തീരുമാനിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പേരിലായിരിക്കും ഒരു പക്ഷേ ഈ പവിത്ര വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അരുണിനൊരു സംശയം വന്നു. ആ സംശയം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അരുൺ എന്ത് ചെയ്തു, വേഗം ഇത് നമ്മുടെ ഗൗതത്തിനോട് പറയാനായിട്ട് തുടങ്ങും. അപ്പോൾ ഗൗതത്തിനോട് പറഞ്ഞു, ഗൗതമേട്ട എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയാമല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പവിത്ര ഇങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറാൻ ഒരാൾ കാരണക്കാരനായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരാ എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഗൗതം അത് ചോദിച്ചപ്പോൾ ഇന്ന സജയൻ എന്നാണ് പേര്, വേറെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ക്യാഷ് അടയ്ക്കാനായിട്ട് ബാങ്കിലേക്ക് പോകുന്ന സമയത്താണ് അയാൾ എന്നെ കാത്തു നിന്ന് കാണാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നത്. അയാളെ കണ്ടു. അപ്പോൾ അയാൾ കണ്ടതിന് ശേഷം സജയൻ വന്ന് ഈ പറയുന്ന അരുണിനോട് ഇടിച്ചു കയറി മിണ്ടിയതും അതിനുശേഷം പവിത്രയെ പറ്റി പറഞ്ഞതും എല്ലാ കാര്യങ്ങളും അരുൺ ഗൗതത്തിനോട് പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതത്തിനൊരു സംശയം, ഇതും അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോന്ന്. അപ്പോൾ നീ വിഷമിക്കാതിരിക്കടാ, നീ ടെൻഷൻ അടിക്കണ്ട, ഇതിൻ്റെ പിറകിൽ എന്ത് കള്ളക്കളികൾ ഉണ്ടെങ്കിലും നമ്മളത് കണ്ടുപിടിച്ചിരിക്കും. നിൻ്റെ ഏട്ടനല്ലേ പറയുന്നത്, ഞാനുള്ളപ്പോൾ നീ എന്തിനാടാ ഇങ്ങനെ ദുഃഖിക്കുന്നത് അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്നത്, എല്ലാത്തിനും നമ്മൾ പരിഹാരം കാണില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞ് അനിയന് വാക്കും കൊടുത്ത് നമ്മുടെ ഗൗതം തൻ്റെ ഫോഴ്സുമായിട്ട് നേരെ സജയനെ കാണാനായിട്ട് പോവുക. അവിടെ ചെന്നപ്പോൾ സജയനും കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് ഇങ്ങനെ കമ്പനി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരാണ് ഈ സജയൻ എന്നും ചോദിച്ചിട്ടാണ് ഗൗതം കയറി ചെല്ലുന്നത്. ഗൗതം കയറി ചെന്നപ്പോൾ സജയനും ഇങ്ങനെ ഇരിക്കുമല്ലേ, ഞാനാണ് സാർ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം മിസ്റ്റർ സജയനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ എന്താ സാർ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ സജയൻ ഭയങ്കര വിനയവനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എന്താ സാർ സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് പേഴ്സണൽ ആണെന്ന് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ ഗൗതം ഈ സജയനെ വിളിച്ചു നിർത്തി സംസാരിക്കാൻ നോക്കാം. അപ്പോൾ സജയൻ്റെ സകല ചരിത്രങ്ങളും ഈ നേരം കൊണ്ട് ചെകഞ്ഞെടുത്ത് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗൗതം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അത് സജയൻ ഒരു പക്ഷേ അറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലാകാതിരിക്കാം. എന്താണെങ്കിലും സജയൻ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സജയനോട് നമ്മുടെ ഗൗതം ഓരോന്ന് എണ്ണി ചോദിച്ചു. അതുപോലെ തന്നെ പവിത്രയുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സജയൻ ഇങ്ങനെ ഒരു ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്നെ നോക്കി ചിരിക്കാനല്ല ഞാൻ തന്നോട് പറഞ്ഞത്, തനിക്കും പവിത്രയ്ക്കും ഇടയിലുള്ള ബന്ധം എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. താൻ എന്തിനു വേണ്ടിയിട്ടാണ് അരുണിനെ കണ്ട് ഇങ്ങനെ സംസാരിച്ചത്, ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ സാറ് എന്നോട് വന്ന് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ഇത് പവിത്രയോടായിരുന്നില്ലേ ചോദിക്കേണ്ടത് എന്ന് സജയൻ ചോദിക്കുകയാണ്. ഞാനും പവിത്രയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പവിത്രയോളം മറ്റാർക്കും അറിയില്ല സാർ എന്ന് പറഞ്ഞു. പവിത്രയ്ക്കാണ് അതിന് കൃത്യമായൊരു മറുപടി തരാൻ കഴിയുക, അല്ലെങ്കിൽ പവിത്രയുടെ അച്ഛനാണ് അതിന് കൃത്യമായൊരു മറുപടി തരാൻ കഴിയുക എന്ന് സജയൻ ഇങ്ങനെ പറയാം. അപ്പം സജയൻ അത് പറഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ പറഞ്ഞു, നിന്നെപ്പറ്റിയുള്ള എല്ലാ ചരിത്രങ്ങളും തോണ്ടിയെടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് നീ എന്നെ ഒരുമാതിരി കളിയാക്കി പറഞ്ഞു വിടാമെന്ന് വിചാരിക്കേണ്ടെന്നും പറഞ്ഞു. അയ്യോ എൻ്റെ സാറേ, ഞാൻ കളിയാക്കാനോ? സാർ എന്താ ഈ പറയുന്നത്? സാറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ കളിയാക്കാനൊക്കെ നമ്മൾ ആരാണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഗൗതം കുറേ ഭീഷണിയുടെ സ്വരത്തിലും അല്ലാത്ത രീതിയിലൊക്കെ സജയനോട് സംസാരിച്ചു. ഇനി മേലിൽ പവിത്രയുമായുള്ള ബന്ധവും പറഞ്ഞ് ഓരോ ഇഷ്യൂസും നിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നും, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നതുപോലത്തെ ഒരു വരവ് ഞാൻ ഇനി ഒന്നുകൂടി വരും, ആ വരവ് വെറുതെ ആവില്ല എന്നും നമ്മുടെ ഗൗതം ഈ സജയനെ താക്കീത് കൊടുക്കുക. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ സജയൻ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആയിക്കോട്ടെ സാർ എന്നും പറഞ്ഞു. അങ്ങനെ ഗൗതം സജയനെ താക്കീത് കൊടുത്തിട്ട് അങ്ങ് പോവുക കേട്ടോ. സജയൻ അന്നേരത്തേന് ഇങ്ങനെ എടി മോളെ പവിത്രേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇന്ത്യവരത്തിൽ ലക്ഷ്മിയും അരുന്ധതിയും ഒക്കെ ഇങ്ങനെ ഈ പിങ്കിയെ പറ്റിയും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നന്ദ ഒരു വമ്പൻ ട്വിസ്റ്റുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നന്ദ പുറത്തേക്ക് പോയിട്ട് വരുന്നില്ല. ഈ സമയത്ത് നമ്മുടെ പിങ്കി മോള് അവിടെ കയറി ഇങ്ങനെ സുഭിക്ഷമായി തിന്ന് മുടിച്ച് അങ്ങനെ കയറിയിരിക്കുക. ഈ സമയത്ത് നമ്മുടെ ചിറ്റ, അപ്പോൾ ലക്ഷ്മി അവിടെയുണ്ട്. ഈ ലക്ഷ്മിക്ക് കുറച്ചുകൂടി പ്രിയപ്പെട്ടതാക്കണമല്ലോ പിങ്കി, അതിന് വേണ്ടിയിട്ട് ഈ ചിറ്റ എന്ത് ചെയ്തു, ഒരു ചൂലെടുത്ത് കൊടുത്ത് അങ്ങ് വിട്ടു. ചൂലെടുത്ത് കൊടുത്ത് വിട്ടിട്ട് മോളോട് ഇതൊക്കെ അടിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ അതെന്തിനാ ചിറ്റ, അതിനൊക്കെ കാര്യങ്ങളുണ്ട്, നീ ചെല്ല്, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ശരി ചെയ്യാം, ചിറ്റ പറഞ്ഞതല്ലേ, അതിനകത്ത് എന്തെങ്കിലും കാര്യം കാണും, പോയി ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ചൂലും എടുത്ത് പൊക്കി പിടിച്ചതേ ഉമ്മറത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് 2 തൂക്കൽ തൂത്തപ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ ലക്ഷ്മി അതുവഴി. അപ്പോഴേക്കും ഗിരിജ ഓടിപ്പാഞ്ഞ് ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ ലക്ഷ്മി ഇത്, എൻ്റെ കുട്ടിയെ നിങ്ങൾ വിട്ടിട്ട് എന്താ ലക്ഷ്മി ചെയ്യുന്നതെന്ന് ചോദിച്ചു. പിങ്കിമോളെ ഞങ്ങൾ എന്ത് ചെയ്തെന്നാണ് ഗിരിജ ഈ പറയുന്നതെന്ന് ചോദിച്ചു. കാര്യമൊന്നുമില്ലാതെ ഗിരിജ കിടന്ന് ചുമത്തുള്ളരുത് കേട്ടോ എന്ന് ലക്ഷ്മി പറയുമ്പോൾ, കാര്യമൊന്നും ഇല്ലെന്നാണോ പറയുന്നത്, നിങ്ങൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ ലക്ഷ്മിയും പിടിച്ച് വലിച്ച് അവിടെ ഉമ്മറത്ത് കൊണ്ടേ കാണിക്കുക. ഇത് നോക്ക്,
ഈ പിങ്കിമോളെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു. ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നും അല്ല പിങ്കിമോൾ ഇത് ചെയ്യുന്നത്. പിങ്കിമോളെ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പിങ്കിയുടെ അടുത്തേക്ക് ഇരുന്നു. നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? നിന്നോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞതെന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ എന്നോടാരും പറഞ്ഞിട്ടൊന്നും അല്ല അമ്മായി, പിന്നെ ഞാൻ ചുമ്മാ ഇരിക്കുമല്ലേ, എത്ര നേരം എന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കുന്നത്, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഇപ്പം മോള് ചുമ്മാതിരുന്നാൽ മാത്രം മതി, ഇതൊക്കെ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഞങ്ങളെല്ലാവരും പറയാം. ഏതായാലും ഇപ്പം ഇവിടെ ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ നന്ദയെന്ന് പറയുന്നവളെ ആയിരിക്കും ലക്ഷ്മി ഉദ്ദേശിച്ചത്. അവൾ ഇവിടെ എടുത്തൊരു പാത്രം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് പറയുമ്പോൾ, ഗിരിജെ കാര്യമൊക്കെ കാര്യം, ചുമ്മാ ആവശ്യമില്ലാത്തടത്തേക്കൊന്നും നന്ദമോളെ വലിച്ചിടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഓ മരുമകളെ പറഞ്ഞപ്പോൾ പൊള്ളി അല്ലേ എന്ന് ഗിരിജ ചോദിച്ചപ്പോൾ, പൊള്ളും, ഒരു തെറ്റും ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്നവരെ ഇങ്ങനെ ഇതാക്കി പറയുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിങ്കിമോൾ ഈ ജോലി ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിങ്കിമോൾക്കും നന്ദയ്ക്കും എൻ്റെ ജീവിതത്തിൽ ഒരേ സ്ഥാനം തന്നെയാണ് ഉള്ളത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രണ്ടും കൂടെ. കൊള്ളാം. അപ്പം അങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദ ഒരാളുടെ കൂടെ ബുള്ളറ്റിൻ്റെ പുറകിൽ ഇരുന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വരുന്നത് കണ്ടപ്പോഴത്തേക്കും നന്ദി ഇതാരുടെ പുറകിലിരുന്നാ വരുന്നേ എന്നിങ്ങനെ ഇവർ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഒരു അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. നോക്കിയപ്പോൾ നന്ദ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് വണ്ടിയിൽ വന്ന ആളാണെങ്കിൽ ഹെൽമെറ്റും വെച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ആരാണെന്ന് അറിയാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കും, ആരുടെ കൂടെ ഇവള് വന്നേ എന്നൊരു നോട്ടം. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഈ പുള്ളി ഹെൽമെറ്റ് ഊരിയപ്പോൾ കാണുന്നത് ആരാ? നമ്മുടെ അർജുൻ. അർജുനാണെങ്കിൽ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ ഹെൽമെറ്റ് ഊരി ഇങ്ങനെ നിൽക്കുന്നവരെയൊക്കെ നോക്കുക. പക്ഷേ അവിടെ നിന്ന് നമ്മുടെ പിങ്കിയുടെ കയ്യിൽ നിന്ന് ആ ചൂല് വരെ താഴെ വീണു പോയി. ഈ പറയുന്ന നമ്മുടെ അർജുനെ കണ്ടു കഴിഞ്ഞപ്പോഴേ നടുങ്ങി വിറച്ചിങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ലക്ഷ്മിയും ഗിരിജയും എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുവാണ് ഈ ചെറുപ്പക്കാരനെ. അപ്പോൾ പിങ്കിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഹായ് പറഞ്ഞ് ഇദ്ദേഹം അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണെങ്കിലോ നമ്മുടെ നന്ദ ഇദ്ദേഹത്തെ വിളിച്ച് അകത്തേക്ക് കയറുന്നു. അപ്പോഴത്തേക്കും എല്ലാവരെയും വിളിക്കുവാണ് നന്ദ തന്നെ. അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോഴാണ് സുമംഗല അങ്ങോട്ടേക്ക് വരുന്നത്. സുമംഗല വന്നു കഴിഞ്ഞപ്പോൾ മരിച്ചുപോയ തൻ്റെ മകൻ ജീവനോടെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഈ സുമംഗല ഇങ്ങനെ മകനെ തന്നെ നോക്കി നിൽക്കും. മകനും ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും പരിസരബോധം പോലും മറന്നു പിങ്കി ഇങ്ങനെ കയറി വന്ന് ഈ ചെറുപ്പക്കാരൻ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിങ്കിയുടെ എല്ലാ പ്ലാനും പൊളിഞ്ഞു. ഇനി ഗൗതത്തിനെ സ്വന്തമാക്കാൻ, ഗൗതത്തിൻ്റെ ഭാര്യയായിട്ടും ഗൗതത്തിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയൊക്കെ ആയിട്ട് ജീവിക്കാനെല്ലാം ദിവാസ്വപ്നം കണ്ടതാണ്. എന്തായാലും ഇന്ദീവരത്തിൻ്റെ അടിവേര് ഇതാക്കിക്കൊണ്ടാണ് നമ്മുടെ അർജുനെ പോലെ ഒരാൾ കയറി വന്നിരിക്കുന്നു. അപ്പോഴേക്കും നന്ദ കയറി വന്നിട്ട് ഇതാണ് കേട്ടോ അർജുൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞു, ഇത് സുമംഗലാപ്പച്ചി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷമാണെങ്കിൽ വല്യമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തു, അമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തു, പിങ്കിയെ പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവരെയും നന്ദ ഇങ്ങനെ മാറി ഓടി നടന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാണേ. എല്ലാവരുടെയും നേരെ നോക്കി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ നിൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണെങ്കിൽ അരുന്ധതിയൊക്കെ മോനെ അർജുൻ എന്നും പറഞ്ഞു ഓടി വരുവാണ്. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇവർക്ക് പോലും അറിയില്ല. കാരണം ഇവരുടെ അർജുൻ തന്നെയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ എവിടുന്ന് വന്നെന്നോ ഇതൊന്നും അറിയില്ല. ഈ സമയത്ത് നമ്മുടെ പിങ്കിക്കാണ് ഏറ്റവും കൂടുതൽ ഷോക്കായത്. പിങ്കി ഇങ്ങനെ ഷോക്കടിച്ചിങ്ങനെ നിൽക്കുക. പിങ്കി ഷോക്കടിച്ച് വീണു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിക്ക് ഒട്ടും ഇതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിനെ വിളിച്ച് അവിടെ ഇരുത്തുന്നു. പിന്നെ ഇതാരാണെന്നും എന്താണെന്നൊക്കെ നന്ദ ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറയാനൊക്കെ ആയിട്ട് നോക്കുക. അപ്പോഴും ഇദ്ദേഹത്തിനൊന്നും മനസ്സിലാക്കുന്നില്ല, ഇവരെന്താ ഈ പറയണേ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നന്ദ അവിടെ ഇരിക്കുന്നത് നമ്മുടെ അർജുൻ്റെ ഫോട്ടോയിൽ മാലയിട്ടത് അത് കാണിച്ചു കൊടുക്കുന്നത്. അത് കാണിച്ചു കൊടുത്തപ്പോൾ ഇയാൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതേ രൂപ സാദൃശ്യമുള്ള ഞാൻ ഇവരുടെ മുന്നിൽ വന്നതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം പിന്നെ പിങ്കിയെ വിളിച്ച് അടുത്തിരുത്തുന്നു. പിന്നെ അദ്ദേഹത്തിനോട് ഇവരെല്ലാവരും ഒരുപാട് സംസാരിക്കുന്നു. വളരെ മാന്യമായ രീതിയിൽ അയാൾ ഇവരോടൊക്കെ സംസാരിക്കുന്നു. എന്തായാലും പിങ്കിക്ക് ഇപ്പം മൊത്തത്തിൽ കൺഫ്യൂഷനായി. ഇതിപ്പോൾ ഗൗതം വേണോ അതോ ഈ വന്നു കയറിയ പുള്ളി വേണോ, ഇനി ഗൗതത്തിൻ്റെ കുഞ്ഞിനെ വയറ്റിൽ പേരണോ, ഇതൊന്നും അറിയത്തില്ലാതെ എല്ലാം കൂടെ മൊത്തത്തിൽ ഈ കസ്റ്റഡിയിലാക്കി വെക്കാനുള്ള ഒരു സ്വഭാവമുള്ള ആളാണല്ലോ പിങ്കി. അതുകൊണ്ട് പിങ്കി ഈ ഒരു ആൾ വന്നതോടുകൂടി ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നതെന്നും അല്ലെങ്കിൽ ഇനി ഗൗതം വേണോ അയാൾ വേണോ ഏത് തീരുമാനത്തിലെത്തും രണ്ടും കെട്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ചിറ്റയെന്ന് പറയുന്ന ഒരു പൂതനെ അവിടെ ഉള്ളത് കൊണ്ട് ചിറ്റയും എന്തൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ
കഥ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കഥയുടെ സമയം അവർ മാറ്റിയിട്ടുണ്ട്. ഇത്രയും നാൾ 10:30-ക്കായിരുന്നു രാത്രി, ഇനി അത് ഉച്ചയ്ക്ക് 2 മണിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. പുതിയൊരു പരമ്പര കൂടി നമ്മുടെ ഈ ഒരു ഏഷ്യാനെറ്റ് കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് അവർ സമയം മാറ്റിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും വരാൻ പോകുന്നത്. ഏതായാലും ചന്ദ്രകാന്തം എന്ന് പറയുന്ന കഥ കുറച്ചുകൂടി ഒന്ന് ഉഷാറായിട്ട് കയറി വന്നപ്പോഴത്തേക്കും അവർ സമയവും മാറ്റി എല്ലാം മാറ്റി മൊത്തത്തിൽ കുളമാക്കി. അപ്പോൾ ഏതായാലും നമ്മുടെ എപ്പിസോഡുകൾ കഴിയുന്നത്ര എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക് യു. സി യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.